ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എന്തായാലും രാവിലെ ബിഗ് ബോസിൽ തകർത്താടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ പട്ടി കുരയ്ക്കുകയുണ്ടായി. അപ്പോൾ പട്ടി കുരച്ചത് എവിടെയാണ്, ആർക്കാണ്, എന്താണെന്നൊരു പിടിയില്ലാത്ത അവസ്ഥയായിപ്പോയി. പക്ഷേ സാധാരണ എല്ലാവരും അതിലെ ഇതിലെ നടക്കുകയായിരുന്നു. ഒരാൾ മാത്രം കിടന്നുറങ്ങിയതുകൊണ്ടാണ് പട്ടി കുരച്ചത്. പക്ഷേ ഉറങ്ങിയ ആൾ ജാസ്മിൻ ആയിരുന്നു. ജാസ്മിൻ സമ്മതിക്കുന്നില്ല ഉറങ്ങിയെന്നുള്ളത്. പക്ഷേ സിജോയും നിഷാനയും അങ്ങനെ ഒന്ന് രണ്ട് പേര് ജാസ്മിൻ അവിടെ നിന്ന് ഉറങ്ങുന്നത് കണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്തിട്ടും ജാസ്മിൻ സമ്മതിക്കുന്നില്ല ഉറങ്ങിയെന്നുള്ളത്. അപ്പം റോക്കിക്ക് ഈ കാര്യം മനസ്സിലായായിരുന്നു. റോക്കിയോട് ആരോ വന്ന് പറഞ്ഞായിരുന്നു ഇതുപോലെ ജാസ്മിൻ അവിടെ നിന്ന് ഉറങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ റോക്കി അത് ഏറ്റുപിടിക്കുകയും നല്ല രീതിയിൽ സംസാരം ഉണ്ടാവുകയും ചെയ്തു. റോക്കിയും ജാസ്മിനും തമ്മിൽ സംസാരമുണ്ടായി. അതിനിടയ്ക്ക് ഇതുപോലെ നമ്മുടെ ഗബ്രി കാമുകൻ കയറി ഇടപെടുകയും ചെയ്തു. ഇടപെട്ട് അതിൻ്റെ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരം ഉണ്ടായി. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്കാണ് സിജോ അങ്ങോട്ടേക്ക് വന്നത്. സിജോ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ജാസ്മിനോട് സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിനെ ഉറങ്ങരുത്, ഇങ്ങനെ ഉറങ്ങിയാൽ പണിയാകുമെന്ന് പറഞ്ഞിരുന്നു. ജാസ്മിൻ അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ സിജോ വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ജാസ്മിന് വോയിസ് ഇല്ലാതായിപ്പോയി. കാരണം ഒരാൾ കണ്ടു ഇങ്ങനെ മയങ്ങി ഇങ്ങനെ ഉറങ്ങി പോകുന്നത് കണ്ടു. അപ്പം ജാസ്മിൻ്റെ കള്ളത്തരം വെളിവാകുകയും ചെയ്തു. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നിക്കക്കള്ളി ഇല്ലാതെ സമ്മതിച്ചു. അപ്പോൾ പിന്നെ ഇത് ആക്ഷൻ എടുക്കാത്തതിൻ്റെ പേരിൽ നേരെ ചെന്ന ഈ നമ്മുടെ പവർ റൂമിനകത്തേക്ക് റോക്കി കയറി. അപ്പോൾ റോക്കി കയറിയതിൻ്റെ പേരിൽ യമുന അന്നേരം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഇനിയും ഒരു 2 ദിവസത്തേക്ക് വെസൽ ക്ലീനിങ്, അതായത് പാത്രം കഴുകുന്നത് മൊത്തം ജാസ്മിനാണ്. അങ്ങനെ ജാസ്മിൻ ആ പണി കിട്ടി കഴിഞ്ഞപ്പം കാമുകന് നൊന്തു. കാമുകൻ അന്നേരം പറഞ്ഞു പവർ റൂമിനകത്ത് അനുവാദമില്ലാതെ കയറി റോക്കിക്ക് ഫ്ലോർ ക്ലീനിങ് കൊടുക്കണമെന്ന്. അന്നേരം അവിടെ ഉള്ളവരെല്ലാവരും ഏറ്റു പറഞ്ഞു ഇത് പേഴ്സണലാക്കി എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് റോക്കിക്ക് തിരിച്ച് പണി കൊടുക്കാൻ നോക്കി ഗബ്രിക്ക് പണിയായി. അതായത് വലിയ ആൾ കളിച്ച് നടന്ന അവസാനം പവർ റൂമിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടാമെന്ന് വിചാരിച്ച ജാസ്മിൻ 8ൻ്റെ പണിയാണ് കിട്ടിയത്. എന്തായാലും സിജോ അവിടെ തകർക്കുകയാണ്. സിജോയോട് തർക്കുത്തരം പറയാൻ ചെന്ന ജാസ്മിനും നിൽക്കും. അതായത് ഇപ്പോൾ കാര്യമായ കാര്യത്തിന് മാത്രമേ സിജോ സംസാരിക്കുള്ളൂ നമുക്കറിയാം. അങ്ങനെ സിജോയുടെ മുമ്പിലും റോക്കിയുടെ മുമ്പിലും ജാസ്മിൻ തകർന്ന് തരിപ്പണമായത് നമുക്ക് രാവിലെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ലൈവ് അപ്ഡേറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. വീണ്ടും തുടർന്നും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.